യേശു നമ്മുടെ കർത്താവായി, രാജാവായി, പ്രിയനായി ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനെ യേശു. കാരണം മനുഷ്യൻ നമ്മളെ മുഖം നോക്കിയാണ് അളക്കുന്നത്. മനുഷ്യർ പറയും, ഓ അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, ആ വ്യക്തി ഇങ്ങനത്തെ ആളാണ്. മനുഷ്യന് പല കമൻസ് നമ്മുടെ മുഖം നോക്കി പറയും. പക്ഷേ നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം. ചിലപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ ചിലർ സന്തോഷിക്കും, മറ്റുള്ളവർ സന്തോഷിക്കും. കുറേ അഹങ്കരിച്ചത് അനുഭവിക്കട്ടെ. നാച്ചുറലായിട്ട് മനുഷ്യൻ പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇല്ല, യേശു അങ്ങനത്തെ ദൈവമല്ല. തെറ്റു പറ്റിയിട്ട് വീണു പോയതാണേ പോലും താങ്ങി നടത്തുന്ന കർത്താവ്. ഈ യേശുവിനെ പോലെ, അതായത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ആ കൃപ. നന്നായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം പോലും മോശമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട്. നല്ല കാര്യത്തിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ പോലും, നല്ല സാഹചര്യങ്ങൾ പോലും പാപമായിട്ട്, തെറ്റായിട്ട്, വൃത്തിഹീനമായ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട് നമ്മൾ. പക്ഷെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പം അങ്ങനെ തകർന്ന്, അതായത് പുറത്തു പറയാൻ മടിയുള്ള നിലയിൽ ജീവിച്ച് നശിച്ചു കിടന്നവരെ കർത്താവ് പൊക്കിക്കൊണ്ട് വന്ന് അവരെ ഒരു സാധാരണ നിലയിൽ ഉപയോഗിച്ചെന്നുള്ളതല്ല, അറിയപ്പെടുന്നത് പോലെ ഉപയോഗിച്ചിട്ട് എത്രയോ സാക്ഷ്യങ്ങൾ. ഒരു സാധ്യതയും ഒരു എക്സ്പെക്റ്റേഷനാണ്, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, രക്ഷപ്പെടുമെന്ന് ഒരു ഹോപ്പും ഇല്ലാതിരുന്നിടത്ത് ഹോപ്പ് തന്നവനായി ദൈവം. സോ ഗുഡ്. ആ കർത്താവ് എത്ര സാക്ഷ്യങ്ങൾ, അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ രഹസ്യ ജീവിതത്തിൽ തകർന്ന്, അത് മ്ലേച്ഛതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പാപത്തിൽ തകർന്നു കിടന്നവരെ കർത്താവിൻ്റെ സ്നേഹം അവരെ കോരിയെടുത്ത്, അവർ തീർന്നു പോയെടുത്ത്, തകർന്നു പോയി, അതായത് പാപത്തിൻ്റെ ആഴത്തിൽ പോയവരെ പൊക്കിയെടുത്തോണ്ട് വന്ന് അനുഗ്രഹമായിട്ട് നിർത്തിയിരിക്കുക അവരെ. അതായത് ഒരു വിശ്വാസി എന്ന നിലയ്ക്കല്ല, ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായിട്ട്. അത് ഏതൊരുവനെയും, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഓ മൈ ഗാഡ്, ഏത് മനുഷ്യനെ. ഹല്ലേലൂയ. ഈ യേശുവിനെ പോലെ, ഈ യേശു ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിവുള്ള ആരാ ഉള്ളേ? ഒരു പ്രതീക്ഷയുമില്ലാത്തവരെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് അവർക്ക് പ്രതീക്ഷ കൊടുക്കുമെന്ന് മാത്രമല്ല, അവർ നിമിത്തം അനേകർ പ്രതീക്ഷയിലേക്ക് നയിക്കത്തക്കോണം ഉപയോഗിക്കുന്ന, മൈ ഗാഡ്, വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി സെർവ്. എത്ര നല്ല ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അതിൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ പല മേഖലകളിൽ തകർന്ന് ഹോപ്പില്ലാത്തവരായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഞാൻ പലവട്ടവും പലരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യം പറയുന്നു. അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നി, എനിക്ക് അവരോട് തന്നെ മടുപ്പാണ്. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരോടെ ദേഷ്യപ്പെടുന്നു, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ വ്യക്തി പറഞ്ഞാൽ, ഇല്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് എന്നോടാ ദേഷ്യം. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളോട് ദേഷ്യം, നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്ന നിലയിലായിരിക്കാം. നോ, പക്ഷെ നിങ്ങളെ തന്നെ വെറുക്കുന്നെങ്കിൽ പോലും കർത്താവ് നിങ്ങളെ വെറുക്കത്തില്ല. യേശുവിന് നിങ്ങളോട് പ്രിയമാണ്. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നിങ്ങളെ തുടർന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അക്ഷമയോടായിരിക്കാതെ സന്തോഷത്തോടെ, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ കർത്താവിന് കഴിയാത്തോട്ടൊന്നുമില്ല, കർത്താവിനെ സ്നേഹിക്കുന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ഈ വചനം കേൾക്കാനായിട്ടായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ഗാഡ്. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ഇപ്പം യേശുവിനെ
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. അതായത് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് ആത്മാവിനാലാണ്. അത് പിതാവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ്, വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ആ ആത്മാവും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് ആരായി? സ്വർഗീയ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, ആ ആത്മാവിൽ നമ്മുടെ മർത്യശരീരം ലിമിറ്റേഷനുണ്ട്, കുറവുകളുണ്ട്, സാധ്യതയില്ലായ്മയുണ്ട്, പ്രതികൂലങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട്. അതിൻ്റെ നടുവിൽ നമുക്ക് ഒത്തിരി ഇൻഫർമിറ്റീസ്, നമ്മുടെ പ്രായത്തിൻ്റെതായ ശാരീരിക അസ്വസ്ഥതകൾ, അല്ലേ? അത് നേരത്തെ ഉണ്ടായിരുന്ന ധൈര്യം ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്ന ബോൾനെസ് ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോൾ ഇല്ല. നമുക്ക് ഒത്തിരി കാര്യം പറയാനുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീവിപ്പിക്കും. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുക. എന്താ അവിടെ നടന്നത്? യേശു എന്തിനാ മരിച്ചേ? ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ തൻ്റെ സഹോദരങ്ങളെ പോലെയായി തീർന്നു. അതാണ് ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ അവിടെ മരണഭീതിയിലായിരുന്നവർ, ജീവിതകാലം മുഴുവൻ മരണഭീതിയിലായിരുന്നവരെ വിടുവിക്കത്തക്കവണ്ണം അവനും തൻ്റെ സഹോദരങ്ങളെ പോലെയായി തീർന്നു. അതായത് അതിൻ്റെ എബ്രായ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശു മരിച്ചത് എന്തിനാ? മരണഭീതിയിലായിരുന്നവരെ വിടുവിക്കാനായിട്ട്. യേശു മരിച്ചത് എന്തിനാ? മരണഭീതി. ഈ മരണഭീതി എവിടുന്ന മരണഭീതി വന്നത്? മരണഭീതി എന്ന് പറയുന്നത്, ദൈവം ആദമിനും ഹവ്വയ്ക്കും ഏറ്റവും മനോഹരമായ തോട്ടമുണ്ടാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് അവരെ സുരക്ഷിതമായിട്ടും സ്വസ്ഥതയോടെയും താമസിപ്പിച്ചു. അധ്വാനിക്കാതെ അവരോട് പറഞ്ഞത്, ഈ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലമെല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ഭക്ഷിക്കാം. അവർ അതെല്ലാം ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത ഏക കൽപ്പന, ഈ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അത് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് ആ അവസ്ഥ, അതായത് ആ പഴം പറിച്ച് തിന്നുന്നത് കൊണ്ടല്ല മരണം വരുന്നത്. കർത്താവിന് ആഗ്രഹമുള്ള ഒറ്റ കാര്യത്തുള്ളൂ, പൂർണ്ണ വിധേയത്വം. ഇത്രയും നന്മകൾ ദൈവം തന്നിട്ടുണ്ട്, പൂർണ്ണമായി കർത്താവിന് കീഴ്പ്പെടുക. ഈ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകരുത്. പൂർണ്ണമായിട്ട് കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. ആ വൃക്ഷത്തിലോ ആ വൃക്ഷത്തിൻ്റെ ഫലത്തിലോ അത് പറിച്ച് തിന്നുന്നത് കൊണ്ടോ ഇതിനൊന്നും പ്രത്യേകതകളൊന്നും പറയാനില്ല. എന്നാൽ അവിടെ ആ തോട്ടത്തിലെ ആ വൃക്ഷഫലത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല ഇവർക്ക് നന്മതിന്മയുടെ അല്ലെങ്കിൽ അവരുടെ കണ്ണു തുറന്നതും അവർ നഗ്നരായി തീർന്നതും അവർ ഭയം ഉണ്ടായതും എല്ലാം ആ വൃക്ഷത്തിൻ്റെ ആ ഫ്രൂട്ടിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രത്യേക കഴിവല്ല, പ്രത്യേക ഗുണമല്ല അതിൻ്റെ. പക്ഷെ പകരമായിട്ട് ദൈവത്തോടുള്ള പൂർണ്ണ വിധേയത്വം. അതായത് കർത്താവ് പറഞ്ഞു അത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നൽകിയ സകല നന്മകളെയും അനുഭവിക്കാൻ ദൈവം ആഗ്രഹിച്ച ഒറ്റ കണ്ടീഷൻ, കർത്താവിന് പൂർണ്ണമായി അനുസരിക്കണം. അപ്പോൾ അതിനുവേണ്ടി മാത്രം കർത്താവ് നൽകിയതാണ് ആ ഒരു കൽപ്പന. അല്ലാതെ ആ വൃക്ഷഫലം തിന്നാൽ ഉടനെ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, ആ പ്രത്യേകത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർത്താവ് നൽകി. നോ അല്ലല്ല. അവരുടെ മനസാക്ഷിയിൽ ഈ പാപം ചെയ്തുകൊണ്ട്, അതായത് കർത്താവ് പറഞ്ഞ ഈ കൽപ്പനയെ, പൂർണ്ണ വിധേയത്വത്തിന്, പൂർണ്ണ അനുസരണത്തിന് കർത്താവ് കൊടുത്തിരുന്ന ഈ ഒരു കണ്ടീഷനെ അവർ ബ്രേക്ക് ചെയ്തപ്പോൾ അവരുടെ മനസാക്ഷിക്കകത്ത് കുറ്റബോധമുണ്ടായി. അവിടുന്നാണ് അവരുടെ മനസാക്ഷിയിൽ അവർ പാപികളെന്ന് അവർക്ക് തന്നെ തോന്നലുണ്ടായി, ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. അങ്ങനെ ആദാം പാപം ചെയ്തപ്പോൾ റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം വായിക്കാം, 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യനാൽ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക. എങ്ങനെ?
ഏക മനുഷ്യനാൽ പാപം ചെയ്യുകയാൽ. എല്ലാവരും പാപം ചെയ്തിട്ടല്ല പാപികളായത്, ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു. അപ്പൊ ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നിട്ട് പാപത്തിൽ എന്തു കടന്നു? പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ ഈ പാപം കൊണ്ട് രോഗം മാത്രമല്ല, മരണം, ശാപം എല്ലാം ലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന യേശു മരണഭീതി, ജീവിതകാലം മുഴുവൻ മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന മരണഭീതിയിലായിരുന്നവർ അവരെ ഒക്കെയും യേശു വിടുവിച്ചു. അപ്പൊ പാപത്താൽ മരണം, അനുസരണക്കേട് കൊണ്ട് പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ യേശു മരിച്ചത് എന്തിനാ? ഈ മരണഭീതി, പാപത്തിൽ നിന്ന്, പാപം ചെയ്യാതെ തന്നെ ആദമിൽ നിന്ന് ജനിച്ചവരെല്ലാവരും പാപികളാവുകയും പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് വിധേയപ്പെടുകയും ആ പ്രതിഭാസം ലോകത്തെ വാണുകൊണ്ടിരുന്നു. ലോകത്തെ വാണു എന്നാ പറയുന്നത്. അതായത് നമുക്ക് ദൈവദിനത്തിൽ കാണുന്നത് അതിൻ്റെ 14 വാക്യം, റോമർ 5:14 പറയുന്നത്, ആദാമിന്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ മരണം വാണു. അപ്പൊ യേശു എന്തിനാ മരിച്ചത്? മരണത്തിന്റെ വാഴ്ചയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണത്തിന്റെ ആധിപത്യത്തെ കർത്താവ് പൊളിച്ചു. മരണശക്തിയിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നു. മരണത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചു. അതാണ് യേശുക്രിസ്തുവിലൂടെ ക്രൂശിൽ പിതാവായ ദൈവം ചെയ്തെടുത്തത്. ഹല്ലേലൂയ. അപ്പം മരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു, 1. 2, മരണഭീതിയിലായിരുന്ന മക്കളെ വിടുവിച്ചു. ഇത് രണ്ടും കർത്താവായ യേശു ക്രൂശിൽ ചെയ്തു. 1, മരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു. 2, മരണഭീതിയിലായിരുന്ന തൻ്റെ ജനത്തെ വിടുവിച്ചു. ഇത് രണ്ടും ക്രൂശിൽ നടന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നടന്ന കാര്യമാണിത്. യേശുക്രിസ്തു ഇത് ചെയ്യുമ്പോൾ ഇത് എത്ര വർഷങ്ങൾ നിലനിന്ന ഒരു കാര്യത്തെയാണ് കർത്താവ് ബ്രേക്ക് ചെയ്തത്. അതായത് ഭൂമിയുടെ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിലൂടെ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദാമിൻ്റെ വീഴ്ചയിലൂടെ ഈ ഭൂമിയിൽ പ്രവേശിച്ച മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തെയും അത് നിമിത്തം, പാപനിമിത്തം മനുഷ്യൻ്റെ മേൽ വാണുകൊണ്ടിരുന്ന പാപത്തെയും ശാപത്തെയും തോൽവിയെയും മനസാക്ഷിയിൽ വന്ന മരവിപ്പിനെയും എൻ്റെ കർത്താവായ യേശു ക്രൂശിലെ മരണത്തിലൂടെ നീക്കി എഴുതി. അതായത് മരണത്തിന് അടിപ്പെട്ട മനുഷ്യനെ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ അനുസരണക്കേട് നിമിത്തം വന്ന പരാജയത്തെ എൻ്റെ കർത്താവിന് ക്രൂശ് മരണത്തിലൂടെ കീഴടക്കി മനുഷ്യനെ ജയാളിയാക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ചെയ്ത പാപത്തെ, ഇന്നലെ സംഭവിച്ച തോൽവിയെ, ഇന്നലെ നിങ്ങൾക്ക് പറ്റിയ പരാജയത്തെ, ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ ആ കഷ്ടതയെ, ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ശാപത്തെ എൻ്റെ കർത്താവിന് പൊളിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ ലംഘനത്തിൽ നിന്ന് ആദാമ്യ തലമുറയെ മുഴുവൻ ഒരൊറ്റ പ്രതിഭാസം, ഒറ്റ പ്രക്രിയ, ക്രൂശിലെ മരണം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് പുറത്ത് കൊണ്ടുവരാമെങ്കിൽ, പ്രൈസ് ഗോഡ്, എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച പ്രതികൂലം, ഇന്നലെ സംഭവിച്ച വീഴ്ച, ഇന്നലെ സംഭവിച്ച ആ പ്രതിസന്ധി എന്തുകൊണ്ട് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുപോകുന്നുകൂടെ? പുറത്ത് കൊണ്ടുവരാൻ കർത്താവ് ഹി ഈസ് ഏബിൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വന്ന പരാജയമില്ലേ, കഴിഞ്ഞ ദിവസങ്ങൾ വന്ന ആ പ്രതിസന്ധികളെ മുഴുവൻ പൊളിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് കർത്താവ് ശക്തനാണ്. കർത്താവ് മതിയായവനാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യാനായിട്ട് കർത്താവ് ശക്തിയോടെ, ജീവനുള്ളവനായിട്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായിട്ട് നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശു യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 25 വാക്യത്തിൽ ലാസർ മരിച്ചു, കല്ലറയ്ക്കകത്ത് 4 ദിവസമായിട്ടിരിക്കുക.
മാർത്ത പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞു കല്ലുരുട്ടി മാറ്റം പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു ഇല്ല കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി എന്ന് തന്നെയാണ് മാർത്ത പറയുന്നത്. കർത്താവ് പറഞ്ഞു നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ കർത്താവും ആ കല്ലറവാതിൽക്ക് വെച്ച് മാർത്തയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. അതായത് 2 കാര്യങ്ങൾ. ഒന്ന് ജീവൻ മീൻസ് ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന് ആക്റ്റീവായിട്ടിരിക്കുന്ന ജീവൻ, അവനെ ജീവനോട് നിർത്തുന്ന കാര്യങ്ങൾ. അതായത് ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുള്ള ജീവനല്ലേ, അതായത് നമുക്ക് ശരീരത്തിൽ ജീവനുണ്ട്, ആ ജീവൻ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയില്ലേ, അതിൻ്റെ ഗുണം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ, അതിൻ്റെ ബ്ലെസ്സിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറ്റുന്ന അവസ്ഥയാണ് ജീവൻ വീണ്ടും തരിക. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നല്ല എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക, റിസൾട്ട് നാളെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ തലേദിവസം മുതൽ ഒരു വെപ്രാളമാണ്, നാളെ എങ്ങനാകും ജയിച്ചു ഇപ്പോഴാവുന്നു ജീവൻ വീണ. അപ്പോൾ അതിനിപ്പോൾ മരിച്ചു പോയായിരുന്നു? ഇല്ലല്ലോ, ജീവനോടെ തന്നെ ഉണ്ട്. പിന്നെന്താ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് എനിക്ക് എൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നു പോയി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, തോക്കുമോ, ജയിക്കുമോ, ഒരു ഭയമായിരുന്നു അകത്ത്. പക്ഷേ ആമേൻ, എൻ്റെ അകത്ത് ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നന്മ, ഞാൻ പ്രതീക്ഷിച്ച ഒരു വിടുതൽ, ഞാൻ പ്രതീക്ഷിച്ച ഒരു ജയം, ഞാൻ പ്രതീക്ഷിക്കാത്തതുമായ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ പറയുക ജീവൻ കിട്ടിയ പോലെ ജീവനാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുന്ന കർത്താവ് ജീവൻ തരുന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ജീസസ് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്. യേശുവാണ് അതിന് കാരണക്കാരൻ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ ജീവൻ, അതിൻ്റെ ഉറവിടം കർത്താവ്, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ജീവൻ കർത്താവ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ജീവൻ കർത്താവ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ജീവൻ കർത്താവ്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ജീവൻ കർത്താവ്, നിങ്ങളുടെ ശുശ്രൂഷയുടെ ജീവൻ കർത്താവ്, നിങ്ങളുടെ ഭാവിയുടെ ജീവൻ കർത്താവാണ് ജീവനെങ്കിൽ ഹല്ലേലൂയ. ഇന്നലെ വരെ ജീവനോട് നിർത്തിയത് കർത്താവാണ്. നാളെയും ആമേൻ വീഴാതെ നിർത്താൻ ഈ ജീവനുള്ളവൻ ശക്തനാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആകണ്ട. ജീവനായവൻ കൂടുണ്ട്, ജീവൻ നായകൻ കൂടുണ്ട്, തകരാൻ സമ്മതിക്കത്തില്ല. ജീവനെ നിലനിർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സോ അതുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾ മടുത്തുപോയി, വീണുപോയി, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ജീവനാണ്. അവൻ ജീവനായിട്ട് കൂടെയുണ്ട്, ജീവൻ നൽകുന്നവനായിട്ട് കൂടെയുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായിട്ട് കൂടെയുണ്ട്, മാറാത്തവനായിട്ട് കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ ജീവനായിരിക്കുന്നിടത്തോളം ഇന്ന് നിങ്ങളെ നിർത്തിയതുപോലെ തന്നെ നിങ്ങൾ നാളെയും നിർത്തപ്പെടും, നിങ്ങൾ നിൽക്കും. കാരണം നിങ്ങൾ നിൽക്കുന്നതല്ല, കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ആകയാൽ അകത്തുള്ള ടെൻഷനും ഭാരവും ഭയവും എല്ലാം ഒന്ന് എടുത്ത് മാറ്റിക്കുക. നാളെക്കുറിച്ചുള്ള പേടിയില്ലേ, അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഭയവും ചിന്താകുലങ്ങളെല്ലാം എടുത്ത് മാറ്റിവെച്ചേ. കർത്താവല്ല നമ്മുടെ കൂടെ ഉള്ളത്, തോക്കാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവ് എന്നിട്ട് പറഞ്ഞെന്താ? ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ. ഞാൻ ജീവനുമാണ്, ജീവൻ മാത്രമല്ല പുനരുത്ഥാനം. എന്താ ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ? ഞാൻ ജീവിപ്പിക്കുമെന്നല്ല പറയുന്നത്, ഞാൻ പുനരുത്ഥാനമാണ്. ഞാൻ ജീവിപ്പിക്കുന്നത് ഞാനാണ് അതിന് പുനരുത്ഥാനം. എന്ത് മരിച്ചുപോയോ? പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ, പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ പുനരുദ്ധരിക്കുക. അതായത് തകർന്നു പോയതിനെ, തീർന്നു പോയതിനെ വീണ്ടും അതേ നിലയിലേക്ക് കൊണ്ടുവരിക, വീണുപോയതിനെ, തകർന്നു പോയതിനെ വീണ്ടും ആ പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ആമേൻ. റിസറക്ഷൻ. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ആക്ഷനിലേക്ക്, റിസ്റ്റോറേഷൻ, വീണ്ടും ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പഴയ നിലയിലേക്ക് കൊണ്ടുവരിക, പുനഃസ്ഥാപിക്കുക, ആമേൻ. പുനരുദ്ധരിക്കുക, ആമേൻ. ഉദ്ധരിപ്പിക്കുക, വീണ്ടും ആമേൻ ആ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരിക. അതാണ് റിസറക്ഷൻ, അതാണ് ആമേൻ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കിയേ, ആമേൻ, ജീവൻ മാത്രമാണെങ്കിൽ മരണത്തിന് സാധ്യതയുണ്ട്, മരിക്കും, തീരും. പക്ഷേ ജീവൻ മാത്രമല്ല, യേശു പുനരുത്ഥാനവും കൂടെ. അതായത് ജീവന്റെ മേൽ അധികാരമുള്ള, ഉയർപ്പിക്കാൻ അധികാരമുള്ളവൻ, ഉയർക്കുന്നവനാണ് യേശു. ആ യേശുവാണ് നിങ്ങളുടെയും എൻ്റെ മകത്തിരിക്കുന്നത്. ആ യേശു എന്താ ചെയ്യുന്നത്? ജീർണിച്ചു പോയതിനെ, തീർന്നു പോയതിനെ, മരിച്ചു പോയതിനെ, അടഞ്ഞു പോയതിനെ, തോറ്റുപോയതിനെ, ഇരുളടഞ്ഞതിനെ വീണ്ടും, പ്രൈസ് ഗോഡ്, വീണ്ടും ജീവിപ്പിക്കുന്നവൻ.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ജീവിപ്പിക്കുന്നവൻ, വീണ്ടും ജീവിപ്പിക്കുന്നവൻ. താങ്ക് യു ലോർഡ്. വീണ്ടും 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 ജീവിപ്പിക്കുന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും എന്തെങ്കിലും തീർന്നു പോയല്ലോ, ഡെഡ് എൻഡിൽ നിങ്ങൾ നിൽക്കുകയാണോ? തീർന്നു പോയ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണോ? എന്ന് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് പറയുക, ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു നിമിത്തം നിങ്ങൾ എന്തെങ്കിലും വിട്ട് കളഞ്ഞ് പൂർണ്ണമായി, അതായത് സമാനമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളെ വേണ്ടാന്ന് വെച്ചു, ഡെഡ് എൻഡിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മറന്നു പോകരുത്, പേടിക്കരുത്. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ഡെഡ് സിറ്റുവേഷനിൽ നിന്ന് വീണ്ടും ആക്റ്റീവാക്കാൻ, അലൈവാക്കാൻ പവർഫുള്ളായ ഒരു കർത്താവാണ് യേശു. ആമേൻ. പ്രൈസ് ഗോഡ്. അകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ജീർണിച്ചു പോയത്, തീർന്നു പോയത്? എന്താ? ബന്ധങ്ങൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയോ? ഹല്ലേലൂയ. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ? നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയോ? ജീവനില്ലാതായി തീർന്നോ? നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ജീവനില്ലാതായി തീർന്നോ? എവിടെയാ മരണ സമാനമായിട്ട് നിങ്ങൾ ഇരിക്കുന്നത്? കുടുംബത്തിൽ, ആളുകളുമായുള്ള ബന്ധത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാമ്പത്തിക മേഖലയിൽ, തൊഴിലിൽ, ബിസിനസ്സിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ കർത്താവിനോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണോ? ജീസസ് ഈസ് there to restore whatever you lost. ഹല്ലേലൂയ. നിങ്ങൾ നഷ്ടപ്പെട്ടതിന് മുഴുവൻ ഹി ഈസ് there. കർത്താവ് അവിടെ ഉണ്ട് വീണ്ടും ജീവിപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഭീതിയില്ലേ, നിൽക്കുന്ന ഭയമില്ലേ, ഒന്ന് എടുത്ത് കളഞ്ഞേ, ഒന്ന് കുടഞ്ഞു കളഞ്ഞേ, അതിനെ ഒന്ന് തിരസ്കരിച്ചേ, നോ എന്നൊന്ന് പറഞ്ഞേ, വേണ്ട എന്നൊന്ന് പറഞ്ഞേ, എനിക്കത് വേണ്ട എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് ആ ഒരു ധൈര്യം, ഹല്ലേലൂയ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ആമേൻ, അടഞ്ഞു പോയതിനെ കർത്താവ് തുറക്കുക. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ അടഞ്ഞു പോയ ചിലതിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കും. തീർന്നു പോയ ചിലതിനെ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. അതിന് ശക്തനായവൻ കൂടെ നിപ്പുണ്ട്. അവൻ്റെ പേര് ഹല്ലേലൂയ യേശു എന്ന അവനെക്കുറിച്ച് പറയുന്നത്, അവൻ ജീവനാണ്, അവൻ ആമേൻ പുനരുത്ഥാനമാണ്, അവൻ വീണ്ടും ഉദ്ധരിക്കുന്നവനാണ്, വീണ്ടും ജീവനെ തരുന്നവനാണ് ഈ കർത്താവും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൻ്റെ 37-ാം അധ്യായത്തിൽ ആമേൻ താഴ്വരയുടെ നടുവിൽ പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രവാചകനോട് കർത്താവ് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന് മറുപടി, കർത്താവെ നീ അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ 4-ാം വാക്യം പറയുന്നത്, ഹല്ലേലൂയ, യെഹെസ്കേൽ പ്രവാചക പുസ്തകം 37:4 പറയുന്നത്, ഹല്ലേലൂയ, ഈ അസ്ഥികളോട് കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയുടെ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. യഹോവയായ കർത്താവ് പറയുക, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ ശ്വാസം വരുത്തും. അപ്പൊ കർത്താവ് ആദ്യം പറഞ്ഞത് ശ്വാസം വരുത്തുമെന്നാണ്. ആദ്യം പറഞ്ഞത് ശ്വാസം വരുത്തുന്നത്. പക്ഷേ ശ്വാസം വന്നില്ല, ശ്വാസമൊന്നും വന്നില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല, ശ്വാസം വന്നില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വലിയൊരു മുഴക്കം ഉണ്ടായി, ഒരു വലിയ മുഴക്കം. ആ മുഴക്കത്തോട് ചേർന്ന് അവിടെ നടന്നൊരു കാര്യമുണ്ട്. ആമേൻ. അസ്ഥിയോട് വന്ന് ചേരാൻ തുടങ്ങി. ആമേൻ. മാംസം വെച്ച് പിടിപ്പിച്ചു, ത്വക്ക് വെച്ച് പിടിപ്പിച്ചു, ഹല്ലേലൂയ, ഞരമ്പുകൾ വെച്ച് പിടിപ്പിച്ചു, രൂപമുള്ളതായിട്ട് ഭാവമുള്ളതായിട്ട് മാറി. ആമേൻ. ഐഡന്റിറ്റി ഉണ്ടായി, ഐഡന്റിറ്റി ഇല്ലാത്തതിന് ഐഡന്റിറ്റി ഉണ്ടായി. കാര്യങ്ങൾക്കൊരു വലിയ മാറ്റം. ഹല്ലേലൂയ. വലിയ അവിടെ ആ ഒരു വലിയ മുഴക്കത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ആമേൻ വ്യക്തികൾക്ക് രൂപമുണ്ട്. പക്ഷേ ഹല്ലേലൂയ പ്രവാചകൻ പറയുന്നൊരു കാര്യമാണ്, ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അവയ്ക്ക് ജീവനില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുക, നീ കാറ്റിനോട് പ്രവചിക്കുക. പ്രിയപ്പെട്ടവരെ, ഇച്ചിരി മുമ്പ് അസ്ഥിയോട് പ്രവചിച്ചു, കണ്ടതിനോട് പ്രവചിച്ചു, ഇപ്പൊ കാണാത്തതിനോട് പ്രവചിക്കുക. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു, കാറ്റേ ഊതുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ കാറ്റ് വന്ന് ഊതിയിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ആ അസ്ഥികൾ മാംസം വെച്ച് പിടിപ്പിച്ച്, ത്വക്ക് വെച്ച് പിടിപ്പിച്ച് ആമേൻ ശരീരമായി കടന്നത് ജീവനോടൊരു സൈന്യമായിട്ട് എഴുന്നേറ്റു. എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ ആമേൻ. ഈ പ്രവാചകന്റെ വായിൽ നിന്ന് കർത്താവിന്റെ വാക്ക്
പുറപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, റിസ്റ്റോറേഷൻ, ആമേൻ, ദാറ്റ് ഈസ് ഇൻ യുവർ ടങ്. ആമേൻ, വിടുതൽ നിങ്ങളുടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ റിസറക്ഷൻ ഈസ് ഇൻ യുവർ ടങ്. ആമേൻ, പുനരുത്ഥാനം നിങ്ങളുടെ നാവിലായിരിക്കുന്നത്. നിങ്ങളുടെ അതരങ്ങളെ തുറന്നൊന്ന് പറഞ്ഞ്, തകർന്നു കിടക്കുന്നതിന് നോക്കി ഒന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് ജീവനും പുനരുത്ഥാനവുമായവൻ നിങ്ങളുടെ സമീപം നിൽപ്പുണ്ട്. ഹല്ലേലൂയ, അവൻ നിലനിർത്തുന്ന ജീവനും തരും. അവൻ ജീവൻ ഇല്ലാത്തതിന് അവൻ ജീവൻ വെപ്പിക്കുകയും ചെയ്യും. അത് രണ്ടും ഇപ്പോൾ നടക്കുക. വിശ്വസിച്ച് പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച്. ഹല്ലേലൂയ, ആമേൻ. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഹല്ലേലൂയ, ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് നാളെക്കുറിച്ച് ഭയമുണ്ടോ, ആ ഭയം മാറട്ടെ. കാരണം അവരുടെ ജീവൻ കർത്താവ്, ഇപ്പോഴവരെ നിർത്തിയിരിക്കുന്ന കർത്താവ്, ആ കർത്താവ് ഇനിയും നിർത്താൻ ശക്തനെന്ന ഉറപ്പ് അവരുടെ അകത്ത് കൊടുക്കുക മാത്രമല്ല കർത്താവേ, ആമേൻ, ജീർണിച്ചു പോയത്, തീർന്നു പോയത്, തകർന്നു പോയത്, ആമേൻ, ഉടഞ്ഞു പോയത്, ഇനി അസാധ്യമെന്ന് പറഞ്ഞത്, മരിച്ചു പോയതിന് ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. രോഗക്കിടക്കകൾ മാറി കർത്താവേ, മാറി അത്ഭുതം നടക്കട്ടെ. കേൾവിക്ക് പ്രയാസമുള്ളത് കേൾവി തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ, ആമേൻ. തലകറങ്ങുന്ന കൂടെ തലകറക്കുമെന്ന് താഴെ വീഴുന്ന അവസ്ഥകൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ബലഹീനതകൾ മാറട്ടെ, നിന്ദകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. റിസ്റ്റോറേഷൻ കൽപ്പിക്കുന്ന കർത്താവ്, ആമേൻ. ആ റിസറക്റ്റിംഗ് പവർ ആൻഡ് ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. അത്ഭുതകരമായ ജീവിതത്തിന് മേൽ, ശുശ്രൂഷയുടെ മേൽ, കുടുംബജീവിതത്തിന് മേൽ, ആരോഗ്യത്തിന് മേൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി നാഥ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മാനിക്കണം കർത്താവ്, വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് വിശ്വസിച്ചേ, ആ പുനരുത്ഥാന ശക്തിയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഇനി മരണമില്ല അവിടെ. കാരണം നിങ്ങളിലിരിക്കുന്നത് ജീവനല്ല, പുനരുത്ഥാനത്തിന് ജീവനാണ്. വെറും ജീവനാണ്, മരണത്തിന് സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളിലിരിക്കുന്നത് പുനരുത്ഥാനത്തിന് ജീവനാണ്. വിട്ടുകൊടുക്കത്തില്ല കർത്താവ്. തകരാൻ അവൻ സമ്മതിക്കത്തില്ല, നശിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുക. നമ്മൾ അവന് പ്രത്യേക സമ്പത്താണ്. നമ്മളവന് പ്രത്യേക സമ്പത്താണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ട കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് ഈ കാണുന്ന നമ്പറിലും ഞങ്ങളുടെ ഹല്ലേലൂയ തുടർന്ന് വരുന്ന ഇമെയിലും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും കർത്താവിന് നന്ദി പറയാനും ഞങ്ങൾ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഗോഡ്